Hi, hello, welcome back to Twins Vlog by Abhi and Grishma. അത് നമ്മുടെ കോലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഇവിടുത്തെ ഹോളിയാണ്, അതായത് കൊച്ചിയിൽ മഞ്ഞക്കുളിയാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ രീതിയിലുള്ള ഒരു ഹോളി ആഘോഷമാണ്. അപ്പോൾ അതിൻ്റെ ക്ലിപ്സ് ആയിരിക്കും ഇന്നത്തെ നിങ്ങളുടെ വീഡിയോ. കണ്ണൊന്നും തുറക്കാൻ പറ്റില്ല, കണ്ണിലൊക്കെ പൊടിയാണ്, എഡരി കിടക്കുക. അപ്പോൾ നമുക്ക് ഹോളി ആഘോഷത്തിലേക്ക് പോവാം. ഹാപ്പി ഹോളി. ഫൽഗുണമാസം കൊച്ചിയിൽ ആഹ്ലാദത്തിൻ്റെയും ആഘോഷങ്ങളുടെയും കാലമാണ്. ഗൊഡ്ഡെ, ഹോളി, മഞ്ഞക്കുളി എന്നിവ ഒന്നിനു പുറകെ ഒന്നായി അരങ്ങേറുന്ന ചടങ്ങുകളാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് ഗൊഡ്ഡെ രാമായണം. കൊങ്ങിണിയിൽ രാമായണം ആലംബിച്ചുകൊണ്ട് ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നു. പൗർണമി ദിവസത്തിൽ കവുങ്ങ് വാദ്യ ആഘോഷത്തോടെ കൊണ്ടുവന്ന് ബ്രഹ്മക്ഷേത്രാങ്കണത്തിൽ നാട്ടുന്നതോടെ ഹോളി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. രാത്രിയിൽ ഹോളി പൂജയുണ്ടാകും. കവുങ്ങിന്റെ ചുവട്ടിൽ അഗ്നി ജ്വലിപ്പിച്ച് ഭക്തിപൂർവ്വം വലം വെച്ച് ആളുകൾ നാളികേരം എറിഞ്ഞുടയ്ക്കും. ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ചടങ്ങിൽ പിന്നീട് വരുന്നത് ബോധന്റെ കല്യാണമാണ്. ഈ ചടങ്ങുകളെല്ലാം തന്നെ രാത്രിയിലാണ് അരങ്ങേറുന്നത്. സ്ത്രീയോദശി നാൾ മഞ്ഞക്കുളി ആഘോഷമാണ്. അതായത് ചടങ്ങുകളുടെ അവസാന ദിവസം ഹോളി അഥവാ മഞ്ഞക്കുളി. വൈക്കോലിൽ തീർത്ത കോലം കാമത്തെ പ്രതിനിധീകരിക്കുന്നു. കാമദേവനായ ബോധനെ അഗ്നിക്കിരയാക്കി ഹോളി ചടങ്ങുകൾ ആഘോഷിക്കുന്നു. അന്നേ ദിവസം വർണ്ണനിറങ്ങൾ വാരി വിതറി പ്രായമന്യേ എല്ലാവരും ഹോളി ആഘോഷിക്കുന്നു. ക്ഷേത്ര ചടങ്ങുകളിൽ നിന്നും മാറി മറുവശത്ത് ബാൻഡ് മേളങ്ങളോടുകൂടി വർണ്ണനിറങ്ങൾ വാരി വിതറി ഹോളി ആഘോഷിക്കുന്ന നൂറുകണക്കിന് ആൾക്കളെയും കാണാം. കണ്ടു നിൽക്കുന്നവരും വഴിയാത്രക്കാരും ഇവരോടൊപ്പം കൂടി ആഘോഷത്തിൽ പങ്കുചേരുന്നു. കാമദേവനായ ബോധനെ അഗ്നിക്കിരയാക്കിയതിനു ശേഷം ഭക്തജനങ്ങൾ ഭജനയോടും ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടും കൂടി ദേവീക്ഷേത്ര അങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നു. ദേവീക്ഷേത്രത്തിൽ നിന്നും ബ്രഹ്മക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുകയും മഞ്ഞൾ കലക്കിയ വെള്ളം ശരീരത്തിൽ തളിച്ചുകൊണ്ട് മഞ്ഞൾക്കുളി ആരംഭിക്കുകയും ചെയ്യുന്നു. സംഘങ്ങളായി ഭജന ആലപിച്ച് ആളുകൾ കൂട്ടമായി തെരുവിലൂടെ നീങ്ങും. തെരുവിൽ ഇരുവശങ്ങളിലുമുള്ള വീടുകളുടെ മുൻപിൽ വലിയ പാത്രങ്ങളിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന മഞ്ഞൾ കലക്കിയ ജലം ആളുകളുടെ മേൽ വീശിയെറിയുകയും ചെയ്യുന്നു.
ഈറനോടെ ക്ഷേത്രത്തിലെത്തി ദേവിയെ സാഷ്ടാംഗം നമസ്കരിച്ചതിനു ശേഷം ജനങ്ങൾ പിരിഞ്ഞു പോകും. തിന്മയെയും കാമത്തെയും ചുട്ടരിക്കുന്ന ചടങ്ങാണ് കാമദഹനമെങ്കിൽ മഹാമാരിക്കെതിരെ പ്രതിരോധ ശക്തി ദേവിയോട് യാചിക്കുന്ന ചടങ്ങാണ് മഞ്ഞക്കുളി. ആരാധകർക്ക് ഭക്തിലഹരി അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ.